സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും, ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഘോഷിയായി തീരുകിലും, ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവൻ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിച്ചില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സംശയിച്ചില്ല. വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പന വന്നപ്പോൾ അബ്രഹാം അല്പം പോലും സംശയിച്ചില്ല. ഹൃദയത്തിൽ വേദനയുണ്ടായി കാണും, സ്വാഭാവികമാണ്. പക്ഷേ അബ്രഹാം സംശയിച്ചില്ല. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വാഗ്ദത്തം അബ്രഹാമിൻ്റെ മുൻപിലുണ്ട്. വാഗ്ദത്തത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ദൈവം തന്ന വാഗ്ദത്തം അത് നിറവേറ്റുവാൻ ദൈവം ശക്തൻ എന്ന് അബ്രഹാം ഉറച്ചു. അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നീതീകരണം എന്ന് പറയുന്നത്, നീതിയായി ദൈവം കണക്കിടുന്നത് വിശ്വാസത്തിൽ മനുഷ്യൻ ശക്തിപ്പെടുമ്പോഴാണ്. വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോഴാണ്. ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ മാനിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് മോറിയാമലയുടെ മുകളിലേക്ക് കയറിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം നാം അത് ചിന്തിച്ചതാണ്. മോറിയാമലയുടെ മുകളിൽ അബ്രഹാം യാഗപീഠം പണിതു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. അബ്രഹാമിനറിയാം, എൻ്റെ ഈ മകൻ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ച് കഴിഞ്ഞാൽ ഇസ്ഹാക്കിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനാണ് എന്ന്. കാരണം ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം, നിൻ്റെ സന്തതി ആകാശ നക്ഷത്രം പോലെ അസംഖ്യമായിരിക്കും, നിൻ്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കും എന്ന്. ഇങ്ങനെ എണ്ണമില്ലാത്ത സന്തതി പരമ്പരകൾ ലഭിക്കുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിൻ്റെ മനസ്സിൽ അങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നാം വായിക്കുന്നത്, അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി, തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി
തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ അടിയനിതാ എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം അനുസരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ, അബ്രഹാം ദൈവത്തെ അനുസരിക്കുമെന്നുള്ളത് കൃത്യമായും തെളിയിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം ഇടപെടുന്നത്, ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നത്, നിത്യനായ ദൈവം ഇടപെടുന്നത്. അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ സ്ഥലത്ത് അതേ വേദിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതേ സ്ഥലത്ത് വെച്ചാണ് യേശുക്രിസ്തു അറുക്കപ്പെട്ടത് എന്ന് തിരുവചനം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2-ാമത്തെ ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ശലോമോൻ ദേവാലയം പണിതത് അവിടെയാണ് എന്ന് കാണാം. ഈ മോറിയ പർവ്വതത്തിന്മേലാണ് ശലോമോൻ ദേവാലയം പണിതത് എന്ന്. 7 സംവത്സരം കൊണ്ട് ശലോമോൻ ഒരു ദേവാലയം പണിതു. അത് ഈ മോറിയ പർവ്വതത്തിലാണ്. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ശലോമോൻ യെരുശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഓർന്നാൻ്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ദാവീദ് ഒരുക്കി വെച്ചിരുന്നതായ സ്ഥലത്ത് മകനായ ശലോമോൻ ആലയം പണിതു. ദാവീദ് ഓർന്നാൻ്റെ കളത്തിൽ യാഗപീഠം ഒരുക്കി. അവിടെ പക്ഷേ ദാവീദ് യാഗപീഠം ഒരുക്കിയെങ്കിലും ദേവാലയം പണിതില്ല. ദേവാലയം പണിയുന്നത് ദാവീദിൻ്റെ മകനായ ശലോമോനാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചതായ ആ മോറിയ പർവ്വതത്തിന്മേൽ, അവിടെ ആ സ്ഥലത്ത് അതേ തലത്തിൽ തന്നെയാണ് ദാവീദ് യാഗപീഠം പണിതതും യാഗം കഴിച്ചതും. അതേ സ്ഥലത്ത് തന്നെയാണ് ആ ഓർന്നാൻ്റെ കളം എന്ന് പറയുന്ന യബൂസ്യനായ ഓർന്നാൻ്റെ കളത്തിൽ തന്നെയാണ് അരവനയുടെ കളം എന്നും നാം തിരുവചനത്തിൽ വായിക്കുന്നു. അവിടെ തന്നെയാണ് ശലോമോൻ ദേവാലയം പണിതത്. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിങ്കൽ യബൂസ്യനായ ഓർന്നാൻ്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദ് യാഗപീഠം പണിതതും യാഗം കഴിച്ചതുമായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അരവനയുടെ കളത്തിൽ, യബൂസ്യനായ ഓർന്നാൻ്റെ കളത്തിൽ വായിക്കാം. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യബൂസ്യനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. നീ ചെന്ന് യബൂസ്യനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. തുടർന്ന് ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് അവിടെ അരവനയുടെ കളത്തിൽ, ഓർന്നാൻ്റെ കളത്തിൽ ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അവിടെ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് ശലോമോൻ ദേവാലയം പണിതു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ഒരുക്കിയ സ്ഥലത്ത്, അവിടെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ യാഗപീഠം ഒരുക്കിയ സ്ഥലത്ത്, അവിടെ വിറകടുക്കിയ സ്ഥലത്ത്, എല്ലാം തയ്യാറായ സ്ഥലത്ത്, അവിടെയാണ് ദാവീദ് ആലയം പണിവാൻ യാഗപീഠം ഒരുക്കിയതും ദാവീദ് വട്ടം കൂട്ടിയതും. അവിടെ തന്നെയാണ് ശലോമോൻ ദേവാലയം പണിതത്. അവിടെയാണ്, ഓർക്കുക, അതേ സ്ഥാനത്ത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അതാണ് കാൽവറി മല. മോറിയ പർവ്വതത്തിലെ ആ കാൽവറി മലയിലാണ് കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടത്. എന്തൊരു അത്ഭുതമാണത്! ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു
യാഗമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ക്രൂശിന്മേൽ യാഗമായി തീർന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം വട്ടം കൂട്ടിയിരിക്കുന്നു. എല്ലാം മുൻകൂട്ടി കണ്ടിരിക്കുന്നു, മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വിലയേറിയ നിർണയങ്ങളുണ്ട്. നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചില നിശ്ചയങ്ങളുണ്ട്. ദൈവത്തിന് ചില വ്യക്തമായ പദ്ധതികളുണ്ട്. ദൈവത്തിന് ചില പരിപാടികളുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിത്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ കർമ്മപരിപാടികൾ ക്രിസ്തു ക്രൂശിന്മേൽ നിവർത്തിച്ചു. നിവൃത്തിയായി എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് പ്രാണനെ വിട്ടത്, ആ ക്രൂശിന്മേൽ കർത്താവ് യാഗമായി അർപ്പിക്കപ്പെട്ടത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവചനത്തിൽ എല്ലാം ക്രമീകരിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പ്രവാചകന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണിത്! അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കത്തിയെടുത്തു. കത്തി ഓങ്ങി അല്പനിമിഷങ്ങൾക്കുള്ളിൽ കത്തി ഇസ്ഹാക്കിൻ്റെ കഴുത്തിൽ പതിക്കും, കഴുത്തറ്റു പോകും. അന്ന് ദൈവം തമ്പുരാൻ ഇടപെട്ടു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്തിൻ്റെ പാപത്തെ ചൊന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെടാൻ നേരത്ത്, കർത്താവായ യേശു ക്രിസ്തു ക്രൂസിലർപ്പിക്കപ്പെടാൻ നേരത്ത് സ്വർഗത്തിലെ നിത്യപിതാവ് ഇടപെട്ടില്ല. പക്ഷേ ദൈവം തമ്പുരാൻ മുഖം മറച്ചു കളഞ്ഞു. കർത്താവ് വിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. കർത്താവ് സങ്കടത്തോടെ കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും സ്വർഗത്തിലെ നിത്യനായ ദൈവം അവിടെ ഇടപെട്ടില്ല. ദൈവം തൻ്റെ മുഖം മറച്ചു കളഞ്ഞു. യേശുക്രിസ്തു മുകളിലേക്ക് നോക്കി. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ദേശമെല്ലാം കൂരിരുട്ടായിരുന്നു. ആ കൂരിരുട്ടിൻ്റെ മധ്യത്തിലാണ് യേശു നോക്കിയപ്പോൾ പിതാവിൻ്റെ തിരുമുഖം കാണുന്നില്ല. യേശുക്രിസ്തു നഗ്നനായി കുരിശിന്മേൽ കിടക്കുന്നത് കണ്ട് അത് കാണാൻ വയ്യാതെ സൂര്യൻ കണ്ണിറുകെ പൂട്ടി അടച്ചു എന്ന് പിതാക്കന്മാർ പാടി. യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുന്നു. നഗ്നനായി കുരിശിന്മേൽ കിടക്കുന്ന നാഥനെ കാണാതിരിപ്പാൻ സൂര്യൻ കണ്ണടച്ചു. ഭൂമിയെല്ലാം ഇരുളായി, ആകാശം ഇരുളടഞ്ഞു. നിത്യനായ ദൈവത്തെ, പിതാവായ ദൈവത്തെ യേശുക്രിസ്തു നോക്കി. പിതാവ് കൈവിട്ട് കളഞ്ഞു. ഇവിടെ ദൈവം ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തു നമുക്ക് ആശ്വാസം തരികയാണ്. നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ മുകളിൽ നിന്ന് കർത്താവ് ഇടപെടും. നമ്മുടെ ആവശ്യം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തക്ക സമയത്ത് ഇടപെടും. ജീവനുള്ള ക്രിസ്തു ഇടപെടും. പിതാവായ ദൈവം ഇടപെടാതെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ഇടനില നിൽക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് നമ്മെ അലട്ടുമ്പോൾ, മനസ്സ് വിങ്ങി കരയുമ്പോൾ, ഉള്ള് നീറിപ്പുകയുമ്പോൾ നമുക്ക് ആശ്വാസം പകരാനായി ക്രിസ്തു കരം നീട്ടും. ക്രിസ്തു കരം നീട്ടി അവിടുന്ന് തക്ക സമയത്ത് നമുക്ക് സമാധാനം തരും. അബ്രഹാം നോക്കി, കൈ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. എന്താണ് ഞാൻ കേട്ടത്? ബാലിൻ്റെ മേൽ കൈ വയ്ക്കരുത്. പക്ഷേ ഒരു വാക്യം കൂടി കേട്ടു. എന്താണ് കേട്ടത്? വായിക്കാം, 12-ാം വാക്യം. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, അനുസരണത്തിന് വലിയ വിലയുണ്ട്. അനുസരണത്തിന് വലിയ കൂലിയുണ്ട്. അനുസരണത്തിന് വലിയ പ്രതിഫലമുണ്ട്. അബ്രഹാം അനുസരിച്ചു, വചനം വിശ്വസിച്ചു, അനുസരിച്ചു. പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു.
ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല. ഇന്നും ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് വേറൊന്നുമല്ല. മോനെ, ഇനി പാപം ചെയ്യരുത്. മോളെ, ഇനി പാപം ചെയ്യരുത്. നീ ഇനി ലോകത്തിൻ്റെ അടിമയായി പോകരുത്. ഇനിയും നീ ലോകത്തിൻ്റെ അഴുക്കിലേക്ക് നീ വീണു പോകരുത്. തിന്മയിലേക്ക് നീ വീണു പോകരുത്. നാശത്തിലേക്ക് നീ നശിച്ചു പോകരുത്. അപകടത്തിലേക്ക് നീങ്ങിപ്പോകരുത്. നിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ നിനക്ക് വരുന്നതിന് മുൻപ് അതിവേഗം നീ വഴിമാറിക്കൊള്ളുക. അതിവേഗം നീ തിരിഞ്ഞുകൊള്ളുക. ജീവനുള്ള ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ദൈവം സ്നേഹത്തോടെ നമ്മോട് പറയുകയാണ്, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്നെ തന്നെ നീ യാഗമായി അർപ്പിക്കാൻ തയ്യാറാകുക. നിന്നെ തന്നെ നീ യാഗമായി അർപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ തന്നെ സമർപ്പിക്കുകയും പാപം വിട്ട് നമ്മുടെ ശരീരങ്ങളെ, ശരീര അവയവങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുകയും. നമുക്ക് വായിക്കാം റോമർ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. ഈ ശരീരങ്ങൾ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുക. ഈ ശരീരത്തെ ദൈവത്തിനായി വിട്ടുകൊടുക്കുക. ഈ ശരീരത്തിലെ അവയവങ്ങൾ, രക്തവും മാംസവുമുള്ള ഈ ശരീരം, അത് ബാല്യപ്രായത്തിലാകട്ടെ, യൗവനത്തിലാകട്ടെ, വാർദ്ധക്യത്തിലാകട്ടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് സൗരഭ്യവാസനയായി അർപ്പണം ചെയ്യുക. ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ അശുദ്ധി പറ്റാൻ സമ്മതിക്കരുത്. നമ്മുടെ ഈ ശരീരത്തിൽ കളങ്കമേശാൻ സമ്മതിക്കരുത്. ഈ ശരീരം തിന്മയ്ക്ക് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കണ്ണുകൾ പാപത്തിന് വിട്ടുകൊടുക്കരുത്. പാപത്തിൻ്റെ അഴുക്കായ കാര്യങ്ങൾ കാണാൻ ഈ കണ്ണ് വിട്ടുകൊടുക്കരുത്. അഴുക്കായത് വായിക്കാൻ ഈ കണ്ണ് വിട്ടുകൊടുക്കരുത്. നമ്മുടെ നാവ് അരുതാത്തത് പറയാൻ വിട്ടുകൊടുക്കരുത്. മറ്റുള്ളവരെ ദുഷിക്കാൻ ഈ നാവ് വിട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും അഴുക്കായത് കുടിക്കാൻ ഈ നാവും വായും വിട്ടുകൊടുക്കരുത്. ഈ ചുണ്ടുകൾ അഴുക്കായത് തൊടുവാൻ, അഴുക്കായത് ചുംബിപ്പാൻ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതുമാത്രമേ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. കരുണയുള്ള കർത്താവ് തന്നെ സമർപ്പിച്ചു. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് തന്നെ അർപ്പണം ചെയ്തു. അബ്രഹാമിൻ്റെ കയ്യിൽ ആ വെട്ടുകത്തി അങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അബ്രഹാം ആ വെട്ടുകത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അബ്രഹാം കാതോർത്തു, തല ഉയർത്തി അബ്രഹാം ഒന്ന് നോക്കി. എന്താണ് നോട്ടത്തിൻ്റെ അർത്ഥം? കർത്താവേ, ഇതുവരെയും നീ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. നീ എന്നോട് കൽപ്പിച്ചതൊക്കെ ഞാൻ അനുസരിച്ചു. കർത്താവേ, നാളതുവരെ എൻ്റെ ജീവിതത്തിൽ നിന്നെ വിശ്വസിക്കുകയും നിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്തതല്ലേ എൻ്റെ അനുഭവങ്ങൾ. നാഥാ, നിന്നോട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. യാഗപീഠം തയ്യാറായിട്ടുണ്ട്, വിറക് അടുക്കി വെച്ചിട്ടുണ്ട്, കത്തി എൻ്റെ കയ്യിലുണ്ട്, തീയും കരുതിയിട്ടുണ്ട്. യാഗപീഠത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? യാഗപീഠത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഇസ്ഹാക്കിന് മേൽ കൈവയ്ക്കരുത് നീ കൽപ്പിച്ചു. ഞാൻ കൈവയ്ക്കുന്നില്ല. പക്ഷേ ഇനി ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി നിന്നോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് യാഗം കഴിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ നീ തരണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എനിക്ക് യാഗം കഴിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ നീ തരണം. എൻ്റെ സഹോദരങ്ങളെ കേൾക്കൂ. ജീവനുള്ള ദൈവം അബ്രഹാമിൻ്റെ വാക്ക് അനുസരിച്ചു. അപ്പോഴല്ല അനുസരിച്ചത്, മുന്നമേ ദൈവം കരുതിയിരുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് വിറകിട്ട് അടുപ്പിച്ചുകൊണ്ട് ഈ വശത്ത് കൂടി കയറുമ്പോൾ അപ്പുറത്തെ വശത്തു നിന്ന് ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ കയറി വരുന്നു. അബ്രഹാം കണ്ടില്ല.
ഇസ്ഹാക്ക് കണ്ടില്ല, സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നു. അപ്പുറത്ത് മോറിയ മലയുടെ മറുവശത്തു കൂടി ഒരാട്ടിൻകുട്ടി ഇങ്ങനെ കയറി വരുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ സംഭവമാണത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമർപ്പിക്കുവാൻ നേരത്തെ ദൈവം മുൻകരുതിയിരുന്നു. നമുക്ക് വേണ്ടി യേശുവിനെ യാഗമായി അർപ്പിക്കുവാൻ നിത്യനായ ദൈവം മുൻകൂട്ടി കരുതിയിരുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ദൈവം മുൻകൂട്ടി കരുതിയിരുന്നു. അബ്രഹാമിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ചോദ്യം വാക്കുകളാ ചോദിച്ചില്ല, നോട്ടത്തിൽ അതാണ് അർത്ഥം. ഇതുവരെ ഞാൻ നിന്നെ അനുസരിച്ചു, ഇനി നീ എന്നെ അനുസരിക്കണം. പറയാമോ? ഒരു മനുഷ്യനങ്ങനെ പറയാമോ? അങ്ങനെ ചിന്തിക്കാമോ? പ്രിയപ്പെട്ടവരെ, അതാണ് പ്രാഗൽഭ്യമെന്ന് പറയുന്നത്, അതാണ് ധൈര്യമെന്ന് പറയുന്നത്. സമർപ്പിച്ച ദൈവവേദലിന് ഈ ധൈര്യം കിട്ടും. മുഴുവനായി ഞാൻ ഏൽപ്പിച്ചതല്ലേ കർത്താവേ, നിൻ്റെ കയ്യിലേക്ക് ഞാൻ മുഴുവൻ തന്നതല്ലേ, ഞാനൊന്നും ബാക്കി വയ്ക്കാതെ നിന്നെ ഏൽപ്പിച്ചതല്ലേ, എല്ലാം നിന്നോട് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ. ഇപ്പോൾ നീ എൻ്റെ കാര്യം നീ സാധിച്ചു തരണം. വെറും യാഗപീഠം ഇട്ടിട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല. വിറകടുക്കി വെച്ചിട്ടുണ്ട്, തീ അരികത്ത് വെച്ചിട്ടുണ്ട്, കത്തി എൻ്റെ കയ്യിൽ തിളങ്ങുന്നുണ്ട്. എനിക്കൊരാട്ടിൻകുട്ടിയെ തരണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത്ഭുതം ഇതാ കാണാം. അപ്പുറത്ത് ഒരാട്ടിൻകുട്ടി അവിടെ കുരുങ്ങിക്കിടക്കുന്നു. ഇന്ന് സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി എല്ലാം മുന്നമേ കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം, തൻ്റെ പുത്രനെ നമുക്ക് തരുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ദൈവം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോടൊന്ന് പറയൂ, കർത്താവേ, നീ എനിക്ക് വേണ്ടി കരുതുന്നു, നീ എൻ്റെ കാര്യം അന്വേഷിക്കുന്നു, നീ എൻ്റെ വാക്കിനെ നീ മാനിക്കുന്നു, എൻ്റെ ആവശ്യങ്ങളെ നീ അറിയുന്നു, എൻ്റെ ആഗ്രഹങ്ങളെ നീ മാനിക്കുന്നു, എൻ്റെ താല്പര്യങ്ങളെ നീ സ്നേഹത്തോടെ കാണുന്നു. കർത്താവേ, ഞാൻ ഇതുവരെയും നിന്നെ അനുസരിച്ചെന്ന് പറയുവാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ നിമിഷം മുതൽ നാഥ, നിന്നെ അനുസരിച്ച് എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്ത് ഒരു പുതു ജീവിതം നയിക്കുവാൻ ഞാനിതാ തീരുമാനിക്കുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കാം, അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കാം, യാഗമായി അർപ്പിക്കാം. കർത്താവേ, ഞാൻ മുഴുവനായി ഒന്നും ബാക്കി വയ്ക്കാതെ എന്നെ തന്നെ നിൻ്റെ കയ്യിലേക്ക് തരുന്നു. എന്നെ നീ ഒന്ന് കൈക്കൊള്ളണമേ, എൻ്റെ മേൽ നിൻ്റെ കത്തി വയ്ക്കണമേ, എൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിക്കണമേ, പഴയ മനുഷ്യനെ നീ ഛേദിച്ച് കളയണമേ, ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ വചനം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് പൊഴിച്ചു തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സത്യസമർപ്പണത്തിലേക്ക്, ജീവിതത്തിൽ ജീവനുള്ള ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നതായ ഭാഗ്യ അനുഭവത്തിലേക്ക് ഈ നിന്റെ മക്കളെല്ലാവരെയും നയിക്കണമേ. വചനം കേട്ടവരുടെ മേ നിൻ്റെ കരം വയ്ക്കണമേ. കർത്താവേ, രോഗസൗഖ്യം അരുളണമേ, നന്മകൾ പ്രദാനം ചെയ്യണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.